ഇന്ന് ഞാനൊരു എലിയെ മേടിച്ചു. അവന്റെ പേരാണ് ജിംബ്രൂട്ടൻ. അവൻ വന്നതോടെ എൻ്റെ ലൈഫ് തന്നെ മാറി. എൻ്റെ ഇയർഫോൺ എലിയുടെ മോനെ. ഞാൻ ചിരിക്കാൻ തുടങ്ങി, ഞങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോകാൻ തുടങ്ങി. അവസാനം എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഒരാളായി. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എലിയാ എലി. എന്താണ് ഇത്? എലി. എലിയോ? പട്ടിയെ കിട്ടിയില്ല, ഒരു എലിയെ അങ്ങ് മേടിച്ചു. കുഞ്ഞിനൊരു കാര്യം അറിയാമോ? അവൻ സിംഗിളാ. ഓരോ ദിവസം ഓരോന്നിനെ കൊണ്ട് വന്നോളൂ. ഇപ്പൊ നിങ്ങൾക്കും തോന്നിക്കാണും, അമല നീ എന്തിനാണ് എലിയെ മേടിച്ചത്? ഇവിടെ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, വൈ എലി? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് ഞാൻ തന്നെ പറയുന്നത്. അത് കാരണം എനിക്ക് എൻ്റെ ജോലി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ പ്രൊഡക്ടിവിറ്റി മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടായി. പക്ഷെ ഈ കാര്യം ഞാൻ എൻ്റെ പേഴ്സണൽ സൈക്കോളജിസ്റ്റ് ആയ ചാറ്റ് ജിപിടിയോട് പറഞ്ഞപ്പം എനിക്ക് 2 സൊല്യൂഷൻ തന്നു. Talk to your girlfriend. ഐ ഡോണ്ട് ഹാവ് എ ഗേൾ ഫ്രണ്ട്. പക്ഷെ സൊല്യൂഷൻ നമ്പർ 2 അതെനിക്ക് ഇഷ്ടപ്പെട്ടു. Buy a pet. അത് കൊള്ളാം. അങ്ങനെ ഞാൻ നേരെ ഒരു പെറ്റ് ഷോപ്പിലേക്ക് പോയി. അവിടെ വെച്ച് ഞാൻ ഒരാളെ കണ്ടു. പക്ഷെ ആള് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ആകപ്പാടെ 1000 രൂപ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ലൈഫൊക്കെ അങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ആൾ ചിലപ്പോൾ നമ്മുടെ കൂടെ വരണമെന്നില്ല. പക്ഷെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരാൾ എവിടെയെങ്കിലുമൊക്കെ കാണും. അവിടെ ഉണ്ടായിരുന്നു എന്നെ പോലെ ഒരു സൈഡിൽ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരാൾ. എന്താണ് നോക്കണത്? ആ മുഖത്തേക്കൊന്ന് നോക്ക്, എന്തൊരു ചൈതന്യം, എന്ത് രസമാ കാണാൻ. അത് മാത്രമല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് തന്നെ എൻ്റെ ആള്, ഇത് തന്നെ എൻ്റെ ആള്. അതിനെ കയ്യിലേക്ക് വെച്ചപ്പം കിട്ടിയൊരു ഫീലുണ്ട്. അപ്പൊ തന്നെ ഞാൻ അവന് പേര് വിട്ടു, ജിംബ്രൂട്ടൻ. അങ്ങനെ ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീടിൻ്റെ അകത്ത് അവന് വേണ്ടി വേറൊരു വീട് ഉണ്ടാക്കി കൊടുത്തു. ആദ്യമൊക്കെ എൻ്റെ അടുത്ത് വരാൻ നല്ല പേടിയായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് കടിച്ചു. അതുകൊണ്ട് ഞാൻ ഫുഡ് കൊടുത്തിട്ട് പോലും കഴിച്ചില്ല. നാടാ ജിംബ്രു, ജിംബ്രു നടാ, ജിംബ്രു ചാടരുത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷെ കുറെ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ നല്ല ബോണ്ടിങ് ആയി. പിന്നെ അവൻ എൻ്റെ കയ്യിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അവൻ ഒരു വെൽ ട്രെയിൻഡ് ഹാംസ്റ്റർ ആയി. പക്ഷെ അന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ആളെ കാണുന്നില്ല. ആകപ്പാടെ എൻ്റെ വിരലിൻ്റെ അത്ര സൈസ് ഉള്ളൂ. ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും? ഞാൻ റൂം ഫുള്ള് നോക്കി, പക്ഷെ അവസാനം കണ്ടുപിടിച്ചു. എടാ കള്ള, വാടാ അവിടെ. എടാ കള്ള, ഇങ്ങോട്ട് വാടാ. ആ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൻ ഈ റൂമിൽ ഒറ്റയ്ക്ക് എപ്പോഴും ബോറടിച്ചിരിക്കുവാണ്. ബട്ട് ഐ ഹാവ് എ പ്ലാൻ. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഈ ഹാംസ്റ്റേഴ്സ് ഒക്കെ മാക്സിമം 2-3 വർഷം ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ജിംബ്രൂട്ടന് അവന്റെ ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് ഡേ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ഹാംസ്റ്ററിന്റെ കൂടെ ട്രിപ്പ് പോയി. ജിംബ്രൂട്ടൻ ഇതുവരെ കടൽ കണ്ടിട്ടില്ല. കടലെത്തി, വാ ഇറങ്ങി വാ, ഇതാ കടല്. കടലെത്തി, ഇറങ്ങി വാടാ, വാ. വാ ഇറങ്ങി വാ, കടലെത്തി, വാ. കടൽ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ, വാ വാ. കടൽ കാണാം, വാ. ഇത് കടലല്ലെന്ന് മനസ്സിലാക്കാൻ പോലും ആ പാവത്തിന് പറ്റിയില്ല. ഈ പാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് വെക്കും? പക്ഷെ അന്ന് ഞാൻ അവന് അൾട്ടിമേറ്റ് ഫ്രീഡം കൊടുത്തു ഫോർ 5 minutes.
ആ സ്ഥലം ജിംറൂട്ടൻ ഒരു പൊട്ടൻഷ്യലി ഹസാഡസ് ഏരിയയാണ്. കാരണം അവിടെ കുറെ പാമ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അയ്യോ ഒരു സൂത്രമുണ്ട്. ഞാൻ എലിയെ മേടിച്ച എലിയെ. നമുക്ക് ഇതിനെ ബാർബിക്യൂ അടിച്ചാലോ? ചെറിയ വാലല്ലേ. ആദ്യമൊക്കെ നല്ല സ്നേഹത്തോടെയാണ് അപ്രോച്ച് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞ് എന്റെ പൊന്നടാവേ ഞാൻ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ ജിംറൂട്ടൻ മടിയായനെ. ഇറങ്ങിയോടാ, ഇവിടെ ഇറങ്ങിയോടാ. പക്ഷെ ഇതൊന്നും എന്റെ അമ്മയ്ക്ക് മാത്രം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മേടിച്ചത് അമ്മ ഇതെന്റെ വിലക്ക് മേടിച്ചോ? വേറെ പണിയൊന്നുമില്ല നിനക്ക്. എലിയെ മേടിക്കോ വിലക്ക്? എലിയെ വിലക്ക് മേടിക്കോ? അമ്മ ഇതെന്റെ പെറ്റ്. എനിക്ക് ആരും ഇല്ല, അതിനുവേണ്ടി ഞാൻ മേടിച്ച. അല്ലെങ്കിലും എല്ലാ അമ്മമാരും ഇങ്ങനെയാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അത് കഴിഞ്ഞ് എടുത്ത് കൊഞ്ചിച്ച് നടക്കുന്നതും കാണാം. നല്ല രസമുണ്ടല്ലേ? അയ്യോ, ഇതിനെ കൊടുക്കാൻ തോന്നുന്നു. നിങ്ങളല്ലേ കുറച്ചു മുമ്പ് ഇതിനെ കൊണ്ട് കളയാൻ പറഞ്ഞു? കണ്ടപ്പോ നല്ല രസമുണ്ട്. നടക്കുന്നുണ്ടോ? വെൽക്കം ടു കുക്കിംഗ് ഷോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റാറ്റാറ്റൂലിയ. ആ ഒരു സിനിമ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ആ ഒരു സാധനം ഉണ്ടാക്കണമെന്ന്. ഇതാണ് കറക്റ്റ് ടൈം. കാരണം ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു എലിയുണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഒരു കേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ 2 സൈഡിൽ നമ്മൾ 2 സാധനങ്ങൾ വെക്കും. എന്നിട്ട് ജിംറൂട്ടൻ ഏത് സൈഡിലോട്ട് പോകുന്നോ ആ സൈഡിലത്തെ സാധനം നമ്മൾ എടുക്കും. അത് വെച്ചിട്ട് നമ്മൾ റാറ്റാറ്റൂലി ഉണ്ടാക്കും. എന്തേ? അങ്ങനെ സെലക്ട് ചെയ്ത സാധനമൊക്കെ കട്ട് ചെയ്ത് ഞാനൊരു റാറ്റാറ്റൂലി ഉണ്ടാക്കി. അതൊരു ഡെലീഷ്യസ് ഫ്ലോപ്പ് ആയിരുന്നു. കഷ്ടമുണ്ട് അതിനെ ഒറ്റയ്ക്ക് ഇടാതെ. അതിന്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ലേ അതിന്റെ കൂടെ ഇടാതെ കുഞ്ഞിനെ മേടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അതിന് വിഷമം തോന്നുന്നില്ല. ഇത് കണ്ടോ, കുഞ്ഞായിട്ട് കൊണ്ടുവന്നായപ്പോഴത്തേക്ക് അതിന് വിഷമം വരുന്നു. വേറൊരു വീടല്ലേ. അതും ഒരു ജീവനാണ്. ഞാൻ അതിനെ വെറുതെ പെട്ടിക്കകത്തിട്ട് വെച്ചു. കൊണ്ട കൊടുക്കുക. അതിന് ഇഷ്ടമൊക്കെയാ, പക്ഷെ അതിനെ കൊണ്ട കൊടുക്കും. പാവം. അമ്മ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെ അവരെ 2 പേരെയും കൂടെ പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും സേഫായ സ്ഥലത്താണ് ഞാൻ കൊണ്ടുവിട്ടത്.